ടോട്ടൽ എത്ര രൂപ വന്നിട്ടുണ്ട്? 3 lakhs. നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് ആണ് ഈ 3 layer WPC എന്ന് പറയുന്നത്. ഈ ആർക്കി ഡ്രൈവ് ഇത് ചെയ്തിരിക്കുന്ന ഇതിലാണ് WPC. ഡെൻസിറ്റി എത്ര മാത്രമൊക്കെ വരുന്നുണ്ട്? അതിന്റെ ഹിഞ്ചസ് പിടിക്കുന്നത് വരുന്ന സ്ക്രൂയിങ്, ഇതിൽ ബെൻഡിങ് ഇഷ്യൂസ്. ഇത് ഫുള്ള് ചെയ്തിരിക്കുന്ന WPC തന്നെയാണ്. ചെയ്തിരിക്കുന്നത് WPC ലാമിനേറ്റ് ചെയ്തേക്കുമല്ലേ? നമസ്കാരം. നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 1-2 പ്രാവശ്യം പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു WPC, അതായത് വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റുകൾ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെയധികം ആൾക്കാർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, പക്ഷേ എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇതെല്ലാവരും ചെയ്യുമോ, ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ ദോഷങ്ങളുണ്ടോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ WPCയെക്കുറിച്ചാണ്. അതിൽ തന്നെ ഏറ്റവും മികച്ച ബ്രാൻഡായിട്ടുള്ള 3 layer WPC കൊടുക്കുന്ന DEMAC എന്ന് പറയുന്ന കമ്പനിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അവർ ചെയ്തിട്ടുള്ള, അവരുടെ പ്രൊഡക്റ്റ് എടുത്ത് ചെയ്തിട്ടുള്ള ഒരു ടീമിനെ കൂടെ, ഒരു ഇൻറ്റീരിയർ ഫേമിനെ കൂടെ പരിചയപ്പെടുത്തുന്നു. അത് ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ് ഈ കാണുന്നത്. DEMAC WPCയിൽ ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കിച്ചൺ മാത്രമല്ല, നമ്മുടെ ലിവിങ്ങിൽ പാർട്ടീഷൻ, അതുപോലെ വാഷിംഗ്, ക്യൂബിക്കിൾ എല്ലാം തന്നെ നമുക്കൊരു വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും 100% WPCയിൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ള ഡേവിഡ് ബ്രോയാണ്. നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു നമ്മുടെ WPC കാണിച്ച സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റുകളോട് എന്നും പ്രിയമാണ്. എനിക്ക് തോന്നുന്ന ഒരു 90% ആൾക്കാർക്കും അങ്ങനെ തന്നെ. മേക്ക് ഇന്ത്യ എന്നുള്ളൊരു സാധനം കണ്ടപ്പോഴത്തേക്കും ഉണ്ടായൊരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടിൽ തന്നെയാണല്ലേ പ്രൊഡക്ഷൻ? അതെ, നമ്മൾ ഇവിടെ പാലക്കാട് കഞ്ചിക്കോടാണ് ഈ പറഞ്ഞ നമ്മുടെ WPC പ്രൊഡക്ഷൻ നടക്കുന്നത് പൂർണ്ണമായിട്ടും. അപ്പോൾ നിരവധി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു മാർക്കറ്റാണ്. അതാണ് ചോദിക്കാൻ വന്നത്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മളിപ്പോൾ ഇവിടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ തന്നെ നമ്മൾ നമ്മുടെ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ബാക്കിയുള്ളതിൽ വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത സംഗതി ഒരു 3 layer WPC ആണ്. അതെ അതെ. നോർമലി WPC എടുക്കുമ്പോഴത്തേക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ കാണിക്കാം. എത്ര വർഷമായി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്? നമ്മളിപ്പോൾ 2.5 വർഷമായി മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്. നമ്മൾ സ്റ്റാർട്ടിങ് മുതലുള്ള നമ്മുടെ ഒരു പ്രൊഡക്റ്റാണ്, നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റാണ് ഈ 3 layer WPC എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു കോ എക്സ്ട്രൂഷൻ പ്രോസസ്സിലൂടെയാണ് നമ്മളത് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അതിന് സ്പെഷ്യൽ മെഷീനറിയും ഫ്രഞ്ച് ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മളത് മാനുഫാക്ചർ ചെയ്യുന്നത്. അതെ അതെ. ഓക്കെ, ഇനി അതിന്റെ ഡെൻസിറ്റി ഒക്കെ നമുക്ക് ഈ വഴിയെ പറയാം. ഈ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്ന ടീം കസാബെല്ല അല്ലേ? അതെ, ടീം കസാബെല്ലയാണ് ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവരെയും കൂടെ ഈ കൂട്ടത്തിൽ വിളിക്കാം. ഓക്കെ. എനിക്ക് തോന്നുന്നു അവരെ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്ത് ചെയ്യുന്ന. അതെ, അവർ 100% നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇന്റീരിയർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയോടെ ചെയ്യുന്ന ഒരു ടീമാണ് അവർ. യെസ്. അപ്പോൾ നമുക്കിതൊരു ഫ്യൂഷൻ ഇതിൽ പോവാം. കാര്യം പ്രൊഡക്റ്റിനോടൊപ്പം പ്രൊജക്റ്റ് കൂടെ കാണിക്കുക എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ അനുചരനാണ്. ചേട്ടാ നമസ്കാരം. ഈ വീട് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്, ഇന്റീരിയർ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് WPCയിലാണ്, വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റിലാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരുവിധപ്പെട്ട 90% അല്ലെ 99% പറയാം. അങ്ങനെ ആയിപ്പോ നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഒരു വർക്ക് തീർക്കുക എന്നതിലുപരി മാക്സിമം ക്വാളിറ്റി കൊടുക്കണം, ക്ലയന്റ് സാറ്റിസ്ഫൈ ആണ്. യെസ്, ലോങ് റൺ അതാണ് ഉദ്ദേശം. അതെ, ലോങ് റൺ അതാണ് പ്രധാന സംഗതി. ഇതിൽ ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് ഇതിൻ്റെ ഈ വീടിൻ്റെ ആദ്യം കിച്ചണിൽ നിന്ന് തുടങ്ങാം. നമുക്ക് റിവേഴ്സ് ഓർഡറിൽ പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ. കിച്ചണിൽ തുടങ്ങുമ്പം ഇതിലൊരു ഓപ്പൺ കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. സെമി ഓപ്പൺ എന്ന് വേണേൽ പറയാം, ഫുള്ളി ഓപ്പൺ അല്ല. അതിൽ ഈ ആർക്കി ഡ്രൈവ് ഇത് ചെയ്തിരിക്കുന്ന ഇതിലാണ് WPC. ഇത് WPC വിത്ത് ലാമിനേഷൻ, മൈക്ക ലാമിനേറ്റ് ആണ്. ഓക്കെ, വുഡൻ മൈക്ക ലാമിനേറ്റ് കൊടുത്തിരിക്കുന്നു. അതിന് കൗണ്ടർ ടോപ്പ് വന്നിരിക്കുന്നത് നമ്മുടെ നാനോ വൈറ്റ് ആണ്. ഇതും ഈ പറഞ്ഞ WPC മെഷീൻ ഫിനിഷിംഗ് ആണ്. മെഷീൻ ഫിനിഷിംഗ് ആണ്, മാനുവൽ വർക്കിംഗ് അല്ല. ഫുൾ മെഷീനറി സ്റ്റാൻഡേർഡിലാണ് ചെയ്തു പോകുന്നത്. മെഷീനറി പ്രസ്സിംഗ്, എഡ്ജ് ബാൻഡിങ്, മെഷീനറി എഡ്ജ് ബാൻഡിങ്, യെസ്, മാനുവൽ വർക്ക്സ് എല്ലാം അതിലാണ് ചെയ്തു പോകുന്നത്. ഇതിൽ ഞാൻ ഇപ്പോൾ ചോദിക്കട്ടെ, നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ WPCയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അല്ലെങ്കിൽ PVC ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും അധികം വേണ്ടത് ഡെൻസിറ്റിയാണ്. അതെ അതെ. അപ്പോൾ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ചാണ് അതിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ പലരും കൈകൊണ്ടൊക്കെ കുത്തി നോക്കാറുണ്ട്. അതൊന്നുമല്ല, ഡെൻസിറ്റിക്ക് കൃത്യമായിട്ടുള്ള മെഷർമെന്റ് ഉണ്ട്, അത് എടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് നോക്കട്ടെ, ഡെൻസിറ്റി എത്ര മാത്രമൊക്കെ വരുന്നുണ്ട്, അതിന്റെ ക്വാളിറ്റി അറിയാനായിട്ട് ചോദിക്കുന്നത്. അതെ, നമ്മൾ WPC നമ്മുടെ പ്രൊഡക്റ്റ് പറഞ്ഞല്ലോ, നമ്മൾ 3 layer പ്രൊഡക്റ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മുടെ സ്റ്റാർട്ടിംഗ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 6 ഡെൻസിറ്റിയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് 6 ഉണ്ട്, 6.5 ഉണ്ട്, 7 ഡെൻസിറ്റി, ഇങ്ങനെ 3 ഡെൻസിറ്റികളാണ് നമ്മൾ WPC പ്രൊഡക്റ്റ് ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ടോൾ യൂണിറ്റിൽ തുടങ്ങാം.
12 യൂണിറ്റ് ഫുൾ ആക്സറീസ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഫുള്ള് യെസ്. ഇതിപ്പോൾ 6 മാസമായിട്ട് ഇവർ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാം തുറന്ന് കാണിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ കുറേയൊക്കെ നമുക്ക് തുറന്ന് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ WPC ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാരുടെ ഒരു സംശയം ഞാൻ പറയാം. ഒന്ന് ഹിഞ്ചസ് പിടിക്കുന്നത്, പിന്നെ ഒന്ന് സ്ക്രൂയിങ്. ഇതിലിപ്പോൾ ആക്ച്വലി നമ്മൾ ചെയ്യുന്ന ഒരു സിസ്റ്റം 6.5 സ്പെഷ്യാലിറ്റി 3 ലെയർ ആണ്. ഈ 3 ലെയറിനോട് പ്ലസ് പോയിന്റ് ഉള്ളത് കഴിഞ്ഞാൽ 2 സൈഡ് PVC കോട്ടിംഗ് ആണ് വരുന്നത്. അതെ. ഈ കോട്ടിങ്ങിൽ ഒരു സ്ക്രൂവിൽ ഒരു ഹോൾഡിംഗ് പവർ ഉണ്ട്, പ്ലസ് ഇൻസൈഡ് ഡെൻസിറ്റി. ഓക്കെ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സോളിഡിറ്റി നോക്കുമ്പോൾ പ്ലൈവുഡിൽ നോർമലി അത് സോളിഡിറ്റി, പക്ഷെ ഇതിലൊരു ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ ആയതുകൊണ്ടുള്ള ഒരു ഇതുണ്ടെന്ന് എല്ലാവരും പറയാറ്. പക്ഷെ ഞങ്ങളത് യൂസ് ചെയ്ത് നോക്കി, ഈ സ്ക്രൂ ഹോൾഡിനെ കുറിച്ച് നോക്കി. അപ്പോൾ ഈ നമ്മുടെ ഒരു PVC ലെയർ 3 ലെയർ എന്ന് പറയുന്ന ഒരു സൈഡ് ലെയർ ഉണ്ട്, അതൊരു പ്ലസ് പോയിന്റ് ആണ്. യെസ്. ഇവിടെ നമുക്ക് പുൾ ഔട്ട്സും ചെയ്തിട്ടുണ്ട്. WPC ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് വാട്ടർ പ്രൂഫ് ആണെന്നുള്ളതാണ്. അതെ അതെ അതെ. മറ്റൊരു പ്രധാന സംഗതി ടെർമൈറ്റ് പ്രൂഫാണ്. അതെ അതെ. കാര്യം വെട്ടുകല്ല് ഇപ്പം ഞങ്ങളുടെ കീഴിൽ എന്ന് പറഞ്ഞാൽ ടെർമൈറ്റ് കൺഫേമാണ്. ലാറ്ററൈറ്റ് മണ്ണായതുകൊണ്ട് ലൂസ് ഓയിലിൽ മാത്രമേ അത് ഉണ്ടാവാതിരിക്കത്തുള്ളൂ. പിന്നെ അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലും ഇതിനെ രണ്ടിനെയും ഏറ്റവും ബെസ്റ്റായിട്ട് ഇത് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് അല്ലേ? അതെ. അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് PVC അല്ലെങ്കിൽ WPC എന്ന് പറയുന്നത്. അപ്പം അതിൽ തന്നെ WPC ആണ് കുറേയും കൂടി സ്ക്രൂ ഹോൾഡിംഗ് ഒക്കെ ബെറ്റർ ആയിട്ട് വരുന്നത്. അതെ. ഇപ്പോൾ അതൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇപ്പം മാർക്കറ്റിൽ നോർമലി ഇപ്പോൾ ഉള്ളത് ഈ പറഞ്ഞ പോലെ സിംഗിൾ ലെയർ WPC പ്രൊഡക്റ്റുകളാണ്. നമ്മുടെ സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് ആണ് ഈ 3 ലെയർ WPC എന്ന് പറയുന്നത്. അപ്പം അതെന്ന് പറയുമ്പോൾ ഈ ഒരു PVCയുടെയും WPCയുടെയും ഗുണങ്ങൾ ഒരുമിച്ച് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇവിടെ നമുക്ക് കട്ട്ലറി യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും PVC ആണ്. ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് സ്റ്റാൻഡേർഡ്, പണ്ടത്തെ ഒരു സ്റ്റാൻഡേർഡ് ആണ് വയർ ടൈപ്പ് ചെയ്ത്. ഇതിപ്പോ ലേറ്റസ്റ്റിലോട്ട് വന്നപ്പോൾ നമ്മൾ ഫുള്ളി ടാൻഡം സെറ്റ് ചെയ്തിട്ട് അതിലിപ്പോ പ്ലേറ്റർ ഇതേപോലെ കട്ട്ലറി കട്ട്ലറി അതും ഈ WPCയിലാണ്. അത് വെള്ളത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം വാഷിംഗ് ഏരിയ ആണ്. നോർമലി ഏത് വീട്ടിലാണെങ്കിലും അത് ഏത് പ്ലൈയില് ഇപ്പൊ പലരും ചോദിക്കും ഇപ്പൊ മറൈൻ പ്ലൈവുഡ് നല്ലതല്ലേ? മറൈൻ പ്ലൈവുഡ് മോശമൊന്നുമില്ല, പക്ഷെ മറൈൻ പ്ലൈ പ്രതിരോധിക്കാത്തൊരു സംഗതിയാണ് വാട്ടർ. 2 ടെർമൈറ്റ്. ഇതിന് രണ്ടിനും നമുക്ക് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. സ്ഥിരമായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ വന്നാലും എത്ര കൃത്യമായിട്ട് ചെയ്താലും നമ്മൾ അറിയത്തില്ല ഇത് ക്ലോസ് ആയിട്ടിരിക്കുമ്പോൾ ഡ്രോപ്ലെറ്റ് വിടുന്നു. അവിടെ ഇതൊരു ഗംഭീര സാധനം തന്നെയാണ്. ഇനി ഇതിലിപ്പോ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. നോർമലി ഉള്ള ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പ്രൊഫൈൽ ഹാൻഡിൽസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? ഗോല ചെയ്യാം, ജി ചെയ്യാം, സി ചെയ്യാം, എല്ലാം ചെയ്യാമല്ലോ. ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഈ ഹാൻഡിൽസ് ആണ് അവര് പ്രിഫർ ചെയ്യുന്നത്. ഒരുവിധപ്പെട്ട ആക്സറീസ് എല്ലാം ഇതിനകത്തുണ്ട്. ഇനി ആ സ്റ്റോറേജ് നോർമലി ഉള്ള സ്റ്റോറേജ് ആണ്, പക്ഷേ ഇത് GTPT ആണ്. യഥാർത്ഥത്തിൽ ഈ GTPTയുടെ ആവശ്യമില്ലല്ലേ? അതെ. പിന്നെ മാത്രമല്ല വെള്ളം ഡയറക്റ്റ് വീണാലും ഒന്നും സംഭവിക്കത്തില്ലല്ലോ. ഒരു സ്പെഷ്യൽ ഓപ്ഷൻ കൂടി ഉണ്ട്, ഒരു ട്രേ കൂടെ കൊടുത്തിട്ടുണ്ട്. അതെ. വേണമെങ്കിൽ ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം വീണാലും സാധാരണ ട്രേ വെക്കുന്നതെന്ന് വെച്ചാൽ വെള്ളം ഡ്രോപ്ലെറ്റിൻ്റെ ഇഷ്യൂ ഇല്ലാതിരിക്കാനായിട്ട് ഇതിനകത്തോട്ട് വെള്ളം വീണാലും പ്രശ്നമില്ല എന്നുള്ള. ഇതിനകത്ത് ഇപ്പം ഞാനിപ്പോൾ ഈ കാണിക്കുന്ന എല്ലാം തന്നെ ഇതിൻ്റെ ഹിഞ്ചസ് ചെയ്യുമ്പോഴത്തേക്കുള്ള അതിൻ്റെ ഒരു സ്ട്രെങ്ത് കാണിക്കാനായിട്ട്. കുറച്ച് മുന്നേ ചേട്ടൻ പറഞ്ഞ കണക്ക് തന്നെ ഹിഞ്ചസിനൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ അതിന് ആവശ്യമുള്ള സപ്പോർട്ടീവ് കൊടുത്തിട്ടുണ്ട്. ഇനി PVC ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ഞാൻ ഇതിനകത്തൊരു ഒരു ചോദ്യം ചോദിച്ചോട്ടെ, സാധാരണക്കാരൻ ചോദിക്കാൻ അറിയുള്ളൂ. ബെൻഡ് നോർമലി PVCയിൽ വരുമ്പോഴത്തേക്കും സാധാരണ ചൂട് തണുപ്പ് ആ ഒരു കോൺട്രാസ്റ്റ് വരുമ്പോൾ സാധാരണ ഇതിൽ ബെൻഡിൻ്റെ ഇഷ്യൂസ് വരും. ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു റേഷ്യോ എങ്ങനെയാണ്? അല്ല, ബെൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തും ഈ ഡെൻസിറ്റി ഒരു മേജർ ഫാക്ടറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നല്ല ഹൈ ഡെൻസിറ്റി മെറ്റീരിയൽ ആണെങ്കിൽ ബെൻഡിൻ്റെ ഇഷ്യൂ ഒരു പരിധി വരെ അത് ഒരിക്കലും എഫക്റ്റ് ചെയ്യില്ല, വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റീരിയലിൽ ഈ 0.6 മേലേക്കാണ് ഡെൻസിറ്റി ആയ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ബെൻഡിന്റെ ഇഷ്യൂ തീർത്തും എവിടെയും നമുക്ക് ഒഴിവായി തന്നെ ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് ഇത്രയധികം മെറ്റീരിയൽ നമ്മൾ 2.5 വർഷമായിട്ട് നമ്മൾ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് ഇതുവരെ എവിടെയും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ പോയിരിക്കുന്ന, അതായത് ഈ ഒരു ഏരിയയും സാധാരണ ഞാനത് ആദ്യം വന്നപ്പോൾ വിചാരിച്ചത് പ്ലൈയിൽ നിങ്ങൾ ചെയ്തിട്ട് അതിലോട്ട് സ്കോൾഡ് ചെയ്തിരിക്കുന്നതാണ്. WPC തന്നെയാണ്. പൂർണ്ണമായിട്ടും WPC ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ്. ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ കൊണ്ടിരിക്കുന്നു. ഇതൊരു കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ച് ഏത് കളർ വേണം നിങ്ങൾക്ക് കൊടുക്കാം അല്ലേ? ഇനി ചേട്ടാ നോർമലി ഏതൊരു കസ്റ്റമർക്കും ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് അവരെപ്പോഴും അവസാനം നോക്കുന്ന ഒരു സാധനമുണ്ട്, പ്രൈസ്. ഈ ഒരു കിച്ചൺ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല വലിപ്പമുള്ള, എന്തുമാത്രം സൈസ് ഉണ്ട് ഇത്? നല്ല വലിപ്പമുള്ള
ഇതിലിപ്പം നമുക്ക് ടോട്ടൽ എത്ര രൂപ വന്നിട്ടുണ്ട്? ഈ ഒരു കിച്ചണിൽ നമുക്ക് എപ്പോഴും റേറ്റിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ ഓവർ അക്സസറീസ് ആണ്. അതെ, നമുക്ക് നോർമലി ഒരു വീട്ടുകാരന് ആവശ്യമുള്ള അക്സസറീസ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ചിലവർ പറയും ഹെവി അക്സസറീസ് വേണം, അപ്പോൾ നമുക്ക് റേറ്റിനെ പിടിച്ചെടുത്താൽ പറ്റില്ല. ബട്ട് നമുക്ക് നോർമൽ രീതിയിൽ ഈ ഒരു കിച്ചൺ, ഈ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് കിച്ചൺ ഒരു 3 lakhs റേഞ്ചിൽ അവസാനിപ്പിക്കും. ഇത് ആ ഒരു റേഞ്ചിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ്. അതിനകത്ത് ഹുഡ് ആൻഡ് ഹോപ്പ് ഒന്നും പെടത്തില്ല. ഹുഡ് ആൻഡ് ഹോപ്പ്, ഗ്രാനൈറ്റ് ടോപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഈ ഫ്രിഡ്ജും പെടില്ല. ബാക്കിയുള്ള നമ്മുടെ യൂണിറ്റ്സ് ഇതിൽ അക്സസറീസ് ടാൻഡർ ബോക്സസ് വരുന്നുണ്ട്. ടാൻഡർ ബോക്സ് തന്നെയാണ് ഇതിൽ ബ്രേക്ക് ഡ്രൈവ് വരുന്നുണ്ട്. എല്ലാം സഹിതമാണ്. ഈ റേഞ്ചിൽ നമുക്ക് പിടിച്ചെടുക്കാം. ആക്സറീസ് ഉൾപ്പെടെയുള്ള റേറ്റ് ഇപ്പൊ പറഞ്ഞത്. ആക്സറീസ് ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറയും, ഏരിയ അനുസരിച്ച് വീണ്ടും കുറയും. അങ്ങനെ തന്നെ ഇപ്പൊ നമ്മൾ കണ്ടത് കിച്ചണാണ്. ഇനി നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോയാലോ? ഇപ്പൊ കിച്ചൺ ഇതിൻ്റെ ഒരു മേജർ പോർഷൻ ആയതുകൊണ്ടാണ് കിച്ചൺ നമ്മൾ പറയാൻ കാര്യം. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു യൂണിറ്റ്, ഇതും ചെയ്തിരിക്കുന്ന WPC തന്നെയല്ലേ? യെസ്. അവിടെ ഇങ്ങനെ ഒരു ഡ്രോ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് താഴെയുണ്ട്. മുകളിൽ നമ്മുടെ ടീക്കിൻ്റെ ലാമിനേഷൻ, ടീക്ക് ഫിനിഷ് ലാമിനേഷൻ. ഇത് ഇൻസേർട്ട് ആണോ അതോ എങ്ങനെയാണോ? ഗ്രൂവിംഗിലും ചെയ്യാം അല്ലേ? ഇതിപ്പോൾ 17 ആണ്, അതുകൊണ്ട് സൈഡിൽ കൂടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും ഇവിടെ അതായത് ഏത് രീതിയിലും നമുക്കിതിനെ WPC മീൻസ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, പക്ഷേ യൂസ് ചെയ്യുന്ന രീതി അത് അവരാണ് ടെക്നിക്കൽ സൈഡ് ഒരു പ്രധാന ഘടകം. അത് ഇതിന്റെ ശരിക്കുള്ള USP എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് എന്നുള്ളതാണ്. ശരിയല്ലേ? ഇതിപ്പോൾ ഫുള്ള്, അതായത് നോർമലി നമ്മൾ ഇത് പ്ലൈയിൽ ചെയ്ത് കാണാറുണ്ട്, ഇത് പ്ലൈയിൽ ചെയ്ത് കാണാറുണ്ട്. ഇത് ഫുള്ള് WPC തന്നെയാണ്. ഈ ഏരിയ ഒരു ഫുള്ള്, അതായത് ഇവിടെ ഒരു ക്ലാഡിങ് വന്നിട്ട് ഇത് WPC ആണ്. അതിൻ്റെ മുകളിലേക്ക് ഇത് പലരും ചിലപ്പോൾ സംശയം ചോദിച്ചേക്കാം, കൗണ്ടർ ടോപ്പ് WPC താങ്ങുമോ എന്നുള്ളത്. ശരിയല്ലേ? നോർമൽ ചോദ്യമാണ്. അപ്പോൾ അതിൽ താങ്ങും എന്നുള്ളത് 6 മാസമല്ലേ ഇവർ ഇവിടെ 8 മാസത്തോളമായി. അപ്പോൾ അത്രയും കാലം എന്ന് വെച്ചാൽ ഇത് ഒരു 8 മാസം എന്ന് പറഞ്ഞാൽ ഇതൊന്നും തെളിവൊന്നുമല്ല. പക്ഷേ പ്രൊഡക്റ്റ് ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലോങ് ലൈഫ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തന്നെയാണ്. ഇവിടെയും വെള്ളത്തിൻ്റെ ശല്യം ഉണ്ടാവില്ല. ഏത് രീതിയിലും ഏത് ടെറൈനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മൾ വാഷിംഗ് ആണ് കാണിച്ചത്. നമുക്കിവിടെ ഒരു ലിവിങ് പാർട്ടീഷൻ ഉണ്ട് അല്ലേ? TV യൂണിറ്റ്. യെസ്. ഈ സൈഡിൽ TV യൂണിറ്റും കൂടി ഉണ്ട്. ഇതും ഒരു വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് പോയിരിക്കുന്നത്. ഇവിടെയും ഈ പറഞ്ഞ പോലെ ഇത് ലാമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ കണ്ടപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ ലാമിനേഷൻ വരുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ പല സ്ഥലങ്ങളിലും PVC-ലൊക്കെ ലാമിനേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കാലം കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പോയിട്ട് കണ്ടിട്ടുണ്ട്. പല നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് സ്പെഷ്യലായിട്ട് ചെയ്യുക? നമ്മൾ WPC സ്റ്റാൻഡേർഡ് നമ്മളിപ്പോൾ ചെയ്യുന്നതല്ല, ഫുള്ള് 3 ലെയർ ആണെന്ന് പറഞ്ഞത്. ഈ 3 ലെയറിൽ ഓൾറെഡി ഒരു PVC കോട്ടിംഗ് ഉണ്ട്. അതെ, ഞങ്ങൾ ഡയറക്റ്റ് അല്ലാതെ അപ്ലൈ ചെയ്യാം. നമുക്ക് സ്ക്രാച്ച് ചെയ്യും, ഫുള്ളി സ്ക്രാച്ച് ചെയ്യും, സാൻഡ് ചെയ്തിട്ട് റഫ് ടോപ്പ് കൊടുത്ത് അതിലേക്കാണ് നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യുന്നത്. ഹെവി ഗമ്മിട്ട് യൂസ് ചെയ്യും. നമ്മുടെ പണ്ടത്തെ സാറും ഇതും നല്ല ഇടാം, നല്ല ക്വാളിറ്റി ഗമ്മുണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ 100T ഹൈഡ്രോളിക്കിൽ ഇട്ടിട്ടാണ് പ്രസ് ചെയ്യുന്നത്. മാനുവൽ പ്രസ്സിംഗ് അല്ല. മാനുവൽ പ്രസ്സിംഗ് ആകുമ്പോൾ എല്ലാവരും ഒരുപോലെ പ്രസ്സിംഗ് കിട്ടത്തില്ല. മെഷീനറി ആകുമ്പോൾ അതാണ് എടുത്ത് പറഞ്ഞ മെഷീനറി വർക്കുകളാണ്. അതുകൊണ്ട് ഫിനിഷിംഗ് ഉണ്ടാവും. ഈ പറഞ്ഞ നമ്മുടെ USP അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ആന്റണി പറഞ്ഞത്. അതായത് ഇത് നമ്മൾ WPC മെറ്റീരിയൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഈ പ്രസ്സിങ് ഒരു മേജർ ഘടകമാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ മെഷീൻ പ്രസ്സിംഗ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്ലൂ കുറേ കൂടി ഈക്വലായിട്ട് സ്പ്രെഡ് ആവും. അപ്പോൾ ഗ്ലൂ കറക്റ്റായിട്ട് സ്പ്രെഡ് ആയിട്ടില്ലെങ്കിലാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ബെൻഡ് ഇഷ്യൂ ഒക്കെ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ ഇത് ഗ്ലൂ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതിൽ. ഓക്കെ. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ആനച്ചേട്ടാ, ഈ കാണിച്ചേട്ടാ എന്നോട് കണ്ടപ്പോൾ പറഞ്ഞൊരു സാധനമുണ്ട്, നിങ്ങൾ ഒരു സൈഡിൽ മാത്രം പ്രസ് ചെയ്യുന്ന ഒരു സംവിധാനം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പ്ലൈ എടുത്താലോ SDF MDF ഏതും ആയിക്കോട്ടെ, ഈവൻ PVC ആണെങ്കിൽ നമ്മൾ ലാമിനേറ്റ് ചെയ്യുമ്പോൾ ഡബിൾ സൈഡ് ലാമിനേറ്റ് ചെയ്യും. ശരിയല്ലേ? ഇതിനകത്ത് എങ്ങനെയാണ് ലാമിനേഷൻ വരിക? നമ്മുടെ ഒരു സ്റ്റാൻഡേർഡിൽ നമ്മളിപ്പോൾ എപ്പോഴും 17 mm ഒരു ബോർഡാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 mm വൺ സൈഡ് ലാമിനേഷൻ, അത് ഫിനിഷിംഗ് ഏരിയ. യെസ്. Again 3 layer WPC. Okay. 3 layer WPC means finished sheet ആണ്. Okay. കാർക്കസ് ഏരിയകളിൽ നമ്മൾ ലാമിനേഷൻ ചെയ്യുന്ന കാര്യമില്ല, ഓൾറെഡി കോട്ടിംഗ് ആണ്. ബെൻഡ് പ്രശ്നം വരത്തില്ല. ബെൻഡ് പ്രശ്നം ഇത് വരത്തില്ല. നമ്മളിപ്പോൾ ഇത്ര കാലമായിട്ട് യൂസ് ചെയ്യുന്നു. ബെൻഡ് പ്രശ്നത്തിന് നമ്മൾ ഓവർകം ചെയ്യാനുള്ള എല്ലാ ഐഡിയാസും നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകളിലും ഈവൻ ബെഡ് കോട്ട് അടക്കം ചെയ്തിരിക്കുന്നത് WPC-ലാണ് അല്ലേ? ബെഡ് കോട്ട് അടക്കം എന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്റ്റും WPC-ലായിരിക്കുന്നതാണ്. കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ, ഒരു അവരുടെ സ്റ്റഡി ഏരിയ പോലെ ഷെൽഫ് എനിത്തിങ് എന്ത് വേണം വെക്കാം.
ഒരു ഓപ്ഷനിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു. അതെ, യൂട്ടിലൈസ് ചെയ്തു. ഓക്കെ, നമുക്ക് അതിനകത്തോട്ട് കയറാം. ഈ ബെഡ് കോട്ട് ചെയ്തിരിക്കുന്ന പൂർണ്ണ WPC-ലാണ്. ഫുൾ WPC. അതായത് അതിൻ്റെ ലിഫ്റ്റ് അപ്പ് ഇതല്ലേ? യെസ്, പ്രോ ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഫുള്ള് ചെയ്തിരിക്കുന്ന WPC-ൽ തന്നെയാണ്. താഴെ ഡിമാക്കിൻ്റെ സ്റ്റിക്കർ അയച്ചിട്ടില്ല അല്ലേ? ഇത് നമുക്കൊരു സാധാരണ ഇപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് ഇത് ഉയർത്താനായിട്ട് ബുദ്ധിമുട്ടില്ല. പ്ലൈ ആകുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് കയറും. ഇതിലാകുമ്പോഴത്തേക്കും ചെയ്തിരിക്കുന്ന MS-ന്റെ പൈപ്പിൽ അല്ലേ ബേസ് ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓവറോൾ ഒരു സപ്പോർട്ടിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതും WPC ആണ്. ഓ, അതുപോലെ വാർഡ്രോബ് ഇതും ചെയ്തിരിക്കുന്നത് WPC-ൽ ലാമിനേറ്റ് ചെയ്തേക്കുമല്ലേ? ലാമിനേഷൻ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെയാണ്, മെഷീൻ പ്രസ്സാണ് വരുന്നത്. ഇതിൽ ഞാൻ ലാമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, പെയിൻറ്റ് ചെയ്യാൻ പറ്റുമോ? പെയിന്റ് ചെയ്യാം, സാധിക്കും. ഓ, പക്ഷെ പെയിന്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഇപ്പോൾ നമ്മളിപ്പോൾ സ്ക്രാച്ച് ചെയ്ത് പെയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ലാമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ കുറച്ച് ടെക്നിക്കൽ സൈഡ് സാധനങ്ങൾ അതിനകത്ത് വേണം. അതെ, അത് ബേസ് പ്രൈമർ അടിച്ച് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് വർക്ക് ഉണ്ട്. അതിലേക്ക് പോവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം ആയിരിക്കും. ഇതിൽ എപ്പോഴും വർക്ക്മാൻഷിപ്പ് എന്ന് പറയുന്ന ഭയങ്കര ഒരു സംഭവമാണ്. അത് ഞങ്ങളെ പോലുള്ളവരുടെ ഒരു ഇതാണ്, ലൈസൻസ് ആണ്. ഇവര് പ്രൊഡക്റ്റ് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഞങ്ങളാണ്, അത് ഞങ്ങളുടെ ബുദ്ധിയാണ്. ഔട്ട്പുട്ട്, ഔട്ട്ലുക്ക്, ക്വാളിറ്റി ഇതൊക്കെ ഇതിന് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇനി നമുക്ക് നമ്മുടെ ആൻഡിച്ചനെ വിടുന്നതിന് മുന്നേ 2 കാര്യങ്ങളുണ്ട് ഞാൻ അവളോട് ചോദിച്ചോട്ടെ. എവിടെയൊക്കെ വർക്ക് ചെയ്യും? കേരളത്തിൽ എല്ലായിടത്തും ചെയ്യും? ഇന്ത്യ കുറഞ്ഞു പോയി ചോദിച്ചത് അല്ലേ? നമ്മൾ ഓൾറെഡി ഫിനിഷ്ഡ് ആയിട്ട് സെറ്റ് ചെയ്ത് പോകണം. ഫുൾ ഡ്രോയിങ് ആണ്, ഡ്രോയിങ് ത്രൂ മെഷീനറി സ്റ്റാർട്ടപ്പ് വർക്കാണ്. പ്രസിംഗ് മുതൽ ഫുൾ മെറ്റീരിയൽ ലിസ്റ്റ് അങ്ങനെ ഫുൾ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാകുമ്പോൾ നമുക്കൊരു മെഷർമെന്റ്സ് കിട്ടിയാൽ മതി. ആ മെഷർമെന്റ്സിൽ ഫുൾ സെറ്റ് ചെയ്ത് ഞങ്ങളുടെ കമ്പനിയിൽ ഫാക്ടറിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് അവിടെ സെറ്റ് ചെയ്ത് ഇവിടെ ജസ്റ്റ് ഇൻസ്റ്റലേഷൻ മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് ഇത്ര വലിയൊരു 3500-4000 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിലും 10 days ഉണ്ടെങ്കിൽ ഫിനിഷ് ചെയ്യാം. ഓ, സൈറ്റ് വർക്ക്. ഓക്കെ. ബാക്ക്ഗ്രൗണ്ട് വർക്ക്സ് നമ്മളൊരു 30 to 40 ഒരു 45 days ആയിരിക്കും നിങ്ങൾ ടോട്ടൽ വർക്ക് പറയുന്നത് അല്ലേ? അത് ഉപയോഗിക്കുന്ന മെറ്റീരിയലിനനുസരിച്ച് കുറേ കൂടി വർക്ക് ചെയ്യാനൊക്കെ ഈസിയർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഡബിൾ സൈഡ് ലാമിനേഷന്റെ ആവശ്യമില്ല, 1 side ലാമിനേഷന്റെ കാര്യമുള്ളൂ. ഇതൊക്കെ വർക്ക് ഫാസ്റ്റ് ആക്കാനുള്ള ഒരുപാട് സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ആൻഡിച്ചാറിന്റെ നമ്പറും ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. കേരളത്തിൽ ഉടനീളം വർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഒരു പ്രൊജക്ട് ഷോക്കേസ് ചെയ്യാൻ നമുക്ക് തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മുടെ നാട്ടിൽ PVC വന്ന സമയത്ത് ഒരു ബ്രാൻഡ് വന്നു, അതിനുശേഷം അതിൻ്റെ പുറകെ ഒരുപാട് ബ്രാൻഡുകൾ നമ്മുടെ നാട്ടിലിറങ്ങി. എനിക്ക് തോന്നുന്നു കോവിഡോടുകൂടി കുറേയേറെ ബ്രാൻഡുകൾ അവസാനിച്ചു. അതിനകത്ത് ബ്രാൻഡുകൾ എന്ന് പറഞ്ഞാൽ പല ഡെൻസിറ്റിയിലുള്ള ഒന്നിൻ്റെ പേരിൽ തന്നെ വന്ന മറ്റൊന്നുണ്ട്, ഒരുപാട് ഇഷ്യൂസ് വന്ന ഒരുപാട് ബ്രാൻഡുകൾ വന്നു. അതിനുശേഷം WPC അന്നും നമ്മുടെ മാർക്കറ്റിലുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ 6 വർഷം മുന്നേ നമ്മുടെ മാർക്കറ്റിൽ, അതിനും മുന്നേ ഉണ്ട്. നമ്മൾ വന്നിട്ട് ഇപ്പോൾ 6 വർഷത്തോളമായി എന്ന് പറഞ്ഞു. ഈ ഒരു സിനാരിയോയിൽ നമ്മുടേത് എന്തുകൊണ്ട് മീൻസ് ഞാൻ ചോദിക്കുന്ന ക്വാളിറ്റിയാണ്. എപ്പോഴും ഒരു കസ്റ്റമർ നോക്കുന്നത് അവന് ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ ആനച്ചേട്ടൻ പറഞ്ഞ ലോങ് റണ്ണാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഡിമാക് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അജയ് വളരെ ശരിയാണ്. കോവിഡിന് മുമ്പും ശേഷമൊക്കെ ആയിട്ട് നിരവധി ബ്രാൻഡുകളാണ് മാർക്കറ്റിലുള്ളത്. PVC-യിലാണെങ്കിലും ശരി, WPC-യിലാണെങ്കിലും ശരി, നിരവധി ബ്രാൻഡുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ശതമാനവും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഇമ്പോർട്ട് ചെയ്യുന്നവർ നല്ല ഉദ്ദേശത്തോടെയാണ് കൊണ്ടുവരുന്നതെങ്കിലും അതിനകത്തൊരു ക്വാളിറ്റി കൺട്രോളൊന്നും അവർക്ക് ഇവിടെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത് നമ്മൾ ഏറ്റവും നല്ല ടെക്നോളജി ഉപയോഗിച്ച് ഏറ്റവും നല്ല മെഷീനറി ഉപയോഗിച്ച് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടാൻ കാര്യം എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആൾ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നത് വേറെ ആൾക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. തീർച്ചയായിട്ടും. ഇനി നമ്മുടെ ഇപ്പോൾ ഇത് 1ാമത്തെ വീഡിയോ ആണ്, ഇതിവിടെ അവസാനിക്കുന്നില്ല. മാനുഫാക്ചറിൻ്റെ വീഡിയോ ഒരിക്കലും എനിക്ക് തോന്നുന്നു WPC-യുടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മൾ നല്ല എനിക്ക് തോന്നുന്ന നമ്മുടെ മലയാളത്തിൽ പരിചയപ്പെടുത്തി കേരളത്തിൽ വേറെ ആരും ചെയ്യുന്നില്ല. നമ്മൾ മാത്രമാണ് 3 ലെയറിൽ WPC പ്രൊഡക്ഷൻ കേരളത്തിൽ ചെയ്യുന്നത് നമ്മൾ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഒരു പ്രൊഡക്റ്റ് കാണിക്കുമ്പോഴത്തേക്കും അതിന് പൂർണ്ണമായിട്ടും ഒരു സാധനം കൊടുക്കുക, അല്ലെങ്കിൽ അതിനൊരു പൂർണ്ണത കൊടുക്കുക എന്ന് പറയാൻ ചെറിയ കാര്യമില്ല. അതിനൊപ്പം അത് ചെയ്ത ഒരാളെ കൂടെ കിട്ടുക, അതിന് പറ്റുന്ന ഒരു കസ്റ്റമറെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. അതെല്ലാം കൂടെ ഒത്തു വന്നൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അതിന് എന്നോട് സഹകരിച്ച താങ്കൾക്കും താങ്കളുടെ ഫേമിനും താങ്ക് യു.
എപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്കും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ആ പ്രൊഡക്റ്റ് ചെയ്ത ഒരു വീട്, ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അതിലൂടെ കാണിക്കാൻ പറ്റത്തുള്ളൂ. കൂടാതെ ഫോളോ അപ്പ് വീഡിയോസ്, അതുകൊണ്ട് തന്നെ ഫോളോ അപ്പ് വീഡിയോയും വരും. നിങ്ങൾക്ക് ഇനി ഇതുപോലുള്ള പ്രൊജക്റ്റുകൾ വരും. അതിനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ഒന്ന് പരിഗണിക്കുക, ലൈക്കും ഷെയറും എല്ലാം ചെയ്യുക, കമൻറ്റും ഇടുക. മറ്റൊരു മികച്ച വീഡിയോയുമായി ഞാൻ വിട്ടുവെത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്റീരിയർ.